ക്രിസ്തു ഉണ്ടെങ്കിൽ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ എൻ്റെ കുർബാനയായിരുന്നു ഇവിടെ. അപ്പം ഇന്നലെ സകല വിശുദ്ധന്മാരുടെയും തിരുനാളാണ്. അപ്പോൾ അവിടെ വചനം വായിച്ച പരിശുദ്ധാത്മ പറഞ്ഞു, ഈ ശാന്തശീലർ അനുഗ്രഹരാകുന്നു, അവർ ഭൂമി കൈവശമാക്കും. അപ്പോൾ അത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മ പറഞ്ഞു, താഴെ കിടക്കുന്ന വചനത്തിൻ്റെ താക്കോൽ വെച്ചാണ് ഈ വീട് തുറക്കേണ്ടതെന്ന് പറഞ്ഞു. എന്താണ്? ശാന്തശീല അനുഗ്രഹരാകുന്ന ഭൂമി കൈവശമാക്കും. അപ്പം നമ്മൾ നിൽക്കുന്ന ഇടത്തിൻ്റെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്നതിന് ശാന്തത വേണമെന്നാണ് ഈ പറയണത്. അല്ലെങ്കിൽ നമ്മൾ വീടൊഴിഞ്ഞ് പോകേണ്ടി വരും, അല്ലെങ്കിൽ അവിടെ ജീവിക്കാത്തതും കണക്കായിട്ട് വരും. ശാന്തത. അപ്പം അത് എങ്ങനെയാണ് ആ ശാന്തത ഉണ്ടാക്കണത്? ആ ശാന്തത ഉണ്ടാക്കണതിൻ്റെ താഴൊരു വചനമുണ്ട്, എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും വ്യാജമായി എല്ലാത്തരം കുറ്റങ്ങൾ നിങ്ങളുടെ മേൽ ആരോപിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ആഹ്ലാദിച്ച് ഉല്ലസിക്കുകയും സ്വർഗത്ത് നിങ്ങൾക്കുള്ള പ്രതിഫലം. Take the word of God. മത്തായി 5:11-12 തിരുവചനങ്ങൾ. 5:11. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. വളരെ കൃത്യമാണ് അതിൻ്റെ അകത്ത് മുകളിൽ പറഞ്ഞ സുവിശേഷ ഭാഗ്യങ്ങളാണ് വിഷയം. ആ സുവിശേഷ ഭാഗങ്ങളിൽ എന്തൊക്കെയാ ഉള്ളതെന്ന് നോക്കിയേ. ശാന്തശീലർ, മത്തായി 5:3 മുതലുള്ള തിരുവചനങ്ങൾ. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശം. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതിൻ്റെ വിഷയം എന്ന് പറയുന്നത്, നിങ്ങൾ വിലപിച്ചാലും ശാന്തത ശീലമാക്കിയാലും എന്ത് ബേസിലായിരിക്കണം അങ്ങനെ ചെയ്യണത്? വിലപിക്കണമെങ്കിൽ എന്നെ പ്രതി, അതാണ് വിഷയം. എല്ലാം സോൾവ് ചെയ്യണതും സമാധാനം ഉണ്ടാക്കുന്നതും ആരാണ്? ഈശോയാണ്. ശരിക്കും ഒരു വിഷയം, കർത്താവ് നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോകാതിരിക്കാനും, ഒരിക്കലും നിങ്ങൾ പഴയ ഈ കെമിസ്ട്രി, കുടുംബത്തിൻ്റെ ഈ പദാർത്ഥം പുതിയ ഒരു എലമെൻ്റ് വന്ന്, ഒരു ഫോറിൻ എലമെൻ്റ് വരുമ്പോഴും അത് പിന്നീട് നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറണവരെയുള്ള പ്രോസസ്സ്, ട്രാൻസിഷൻ ടൈമില്ലേ, ആ ട്രാൻസിഷൻ ടൈമിൽ എപ്പോഴും നിങ്ങൾ ക്രിസ്തുവിന് 1-ാം സ്ഥാനം കൊടുത്തുകൊണ്ടിരിക്കണം. പറഞ്ഞ മനസ്സിലായ? ക്രിസ്തുവിന് 1-ാം സ്ഥാനം കൊടുക്കണം. അല്ല, അവരങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ പറഞ്ഞു, ഞാനങ്ങനെ പറഞ്ഞു, അപ്പോൾ എൻ്റെ അടുത്ത് ചാടിക്കയറി അങ്ങനെ ഞാൻ നീ എന്ന് പറയരുത്. ക്രിസ്തുവിന് 1-ാം സ്ഥാനം കൊടുക്കണം അവിടെ. ഇതൊരു കൾച്ചറിങ്ങിൻ്റെ ടൈമാണ് ശരിക്കും. അവിടെയാണ് ഈശോ, ഇപ്പോൾ നിങ്ങൾ ശാന്തത കാണിച്ചാലും നിങ്ങൾ വിലപിച്ചാലും അതെന്താണ്? ചില കാര്യം റീഫണ്ടബിൾ അല്ലെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്നു, അപ്പം തന്നെ ഉത്തരം കിട്ടുന്നതാണ് റീഫണ്ടബിൾ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്നു, അപ്പം തന്നെ അതിൻ്റെ റെഡിമെയ്ഡ് ആൻസർ കിട്ടുന്നു. പക്ഷേ ഈശോ കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞു, ചില കാര്യങ്ങൾക്ക് നമ്മൾക്ക് റെഡി ടു ആൻസർ, എന്താണ്, ഇൻസ്റ്റൻറ്റ് പോലെ ഇൻസ്റ്റൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറയത്തില്ലേ, റെഡി ടു ഈറ്റ് എന്ന് പറഞ്ഞു. ചുമ്മാ കൊണ്ടുപോയി ഒന്ന് ഓവനിൽ കാണിച്ചിട്ട് കഴിക്കാൻ പറ്റിയ സാധനമായിട്ടല്ല. അത് കുറച്ച് കഴിഞ്ഞ് മാത്രമേ റീഫണ്ടബിൾ ആകത്തുള്ളെന്ന്. കോശമണി പോലെയാണ്. കോശമണി നമ്മൾ കോളേജിൽ ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് സെക്കൻഡ് ഗ്രൂപ്പുകാർക്ക് കുറച്ച് പണം അവിടെ അടക്കണം. ഇവർ വരെ തല്ലുകയോ പൊട്ടിക്കുകയൊക്കെ ചെയ്തെങ്കിൽ അതിന് പണം പിടിക്കാൻ വേണ്ടി ആക്കണം. ചില സംഭവങ്ങൾ കോശമണി പോലെയാണ്.
പിരിഞ്ഞു പോരുമ്പോൾ നമുക്ക് കിട്ടത്തുള്ളത്. അതുപോലെ തന്നെയാണ് ചില കാര്യങ്ങൾ നമുക്ക് ഇൻസ്റ്റൻറ്റ് റീഫണ്ടബിൾ അല്ല, അപ്പം തന്നെ കിട്ടത്തില്ല. ഇപ്പം നിങ്ങളിപ്പോൾ ക്ഷമിക്കുന്നു, ചില കാര്യങ്ങൾ ഏകപക്ഷീയമായി ക്ഷമിക്കുന്നു, അതിൻ്റെ പേരിൽ അടുത്ത ആഴ്ച ജോലി കിട്ടുമെന്ന് പറഞ്ഞാൽ ഇരിക്കത്തില്ല. ഞാൻ ക്ഷമിച്ചു, കാര്യം എന്താണ്? ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്. കർത്താവ് എങ്ങനെ ഞാൻ ക്ഷമിക്കാത്തതിൻ്റെ പേരിൽ കർത്താവ് ജോലി തന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെ ഇങ്ങനെ ഇൻ്റർ കണക്ട് ചെയ്യേണ്ട. ചില കാര്യങ്ങൾക്ക് ചില മേജറായിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, മൈനർ കാര്യങ്ങൾ ഓക്കെയാണ്. ചില മേജർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒരിക്കലും റീഫണ്ടബിൾ അല്ല. ചില മേജർ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അപ്പം നിങ്ങൾ ഓർക്കുക എന്താ മേജർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് അച്ഛൻ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ഗുരുതരമായി നിങ്ങൾക്ക് നഷ്ടം വരുന്നൊരു കാര്യം നിങ്ങൾ ഈശോയെക്കുറിച്ച് ചെയ്തെന്ന് വിചാരിച്ചോ, അതിന് അപ്പം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആയിട്ടുള്ളൊരു പ്രതിഫലം കിട്ടത്തില്ല. എന്താ കാര്യം? അത് ക്യാരി ഓവർ ചെയ്തിരിക്കുന്നത് ഇറ്റേണൽ അക്കൗണ്ടിലേക്ക് പോയിരിക്കുകയാണ്. അതാണ് ഈശോ പറയണത്. എന്താണ് അവസാനം പറഞ്ഞ വചനം? 5:11 എന്താ? എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ, ഇതാണ് മേജർ എന്ന് പറയണത്. വേജമായിരിക്കും, ആ സംഭവത്തിൽ സത്യം ഉണ്ടാകത്തില്ല. വേജമായി നിങ്ങൾ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അത് തെളിയിക്കാൻ വേണ്ടി ചിലപ്പോൾ കോടതി വരെ പോകും. ചിലപ്പോൾ നിങ്ങൾ വാശി പിടിച്ച് വിവാഹമോചനം വരെ ആവശ്യപ്പെടും. കാര്യം നിങ്ങൾ ചെയ്യാത്ത കാര്യമാണ്. ഇപ്പോൾ ഇന്നലെ ഒരു ഭർത്താവ് എൻ്റെ അടുത്ത് കൊച്ചിനെ കാണിച്ച് പറഞ്ഞ് ഈ കൊച്ചിനെക്കുറിച്ച് ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ പിരിഞ്ഞിരിക്കുകയാണെന്ന്. ഞാൻ ഡീറ്റെയിൽസിലോട്ട് പോയില്ല. എന്തിനാണ് അവനെ കൊണ്ട് തോന്നിയ വാസത്തെ ഏറ്റ് പറയിപ്പിക്കുന്നത്? ഞാൻ കർത്താവ് ആ വിഷയം ഒരു കൊച്ചു ജനിച്ചപ്പോൾ അതിൻ്റെ പേരിൽ പറഞ്ഞ് പെശകി ഭർത്താവും ഭാര്യയായിട്ട് പിരിഞ്ഞിരിക്കുകയാണ്. അപ്പം അത് ഇതിൻ്റെ അകത്ത് രണ്ടുപേർക്കും അറിയാം, വലിയ കഥയൊന്നും ഇല്ലെന്നറിയാം. പക്ഷേ ഒരു വാശിയാണ് അവിടെ വർക്ക് ചെയ്യണത്. ഈ വാശി വിട്ടുകൊടുക്കാൻ ആരും തയ്യാറല്ല. കുറഞ്ഞു പോകുമെന്ന് വിചാരിച്ചിട്ട് അവൾ കുറഞ്ഞു പോകും, അല്ലെങ്കിൽ അവൻ കുറഞ്ഞു പോകുമെന്ന് വിചാരിച്ചുകൊണ്ട് അവൾ വരട്ടെ അല്ലെങ്കിൽ അവൻ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കാത്തിരുന്ന് മുടി നിരക്കണമെന്ന് കോടതി തോക്കണം എന്നല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. നിങ്ങൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു സാധനത്തിനെ കെട്ടിയെടുത്താൽ പിന്നെ അത് നിങ്ങൾ ദൈവത്തിൻ്റെ തിരുസന്നിധിനെ ആശീർവദിച്ച് മേടിച്ച സാധനമാണെങ്കിൽ അതിനെ കളയാതിരിക്കുന്നതാണ് എപ്പോഴും ഭാര്യയ്ക്കും ഭർത്താവിനും നല്ലത്. തമാശ പറയല്ല. കാരണം നിങ്ങൾ കഴിഞ്ഞിട്ട് വാശിപ്പുറം കളഞ്ഞിട്ട് വേറെ ഒരെണ്ണത്തിനെ കെട്ടി അവളുടെ മുമ്പിൽ കൂടി ഞാൻ നടക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് കഥ ഒന്നും, അതൊക്കെ ചുമ്മാ മസിൽ പിടുത്തമാണ്. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ വയസ്സാകും. ഇപ്പം നിങ്ങൾ പറയും അവനേക്കാളും ബെറ്റർ ആയിട്ടുള്ളവനെ ഞാൻ കല്യാണം കഴിച്ചിട്ട് അവൻ്റെ വീടിന് ബാക്കി കൂടി പോവും, അതിനേക്കാൾ ബെറ്ററായുള്ള കാറ് ഞാൻ മേടിക്കും. ഇങ്ങനെ കുറേ മൃഗങ്ങളുണ്ട് ശരിക്കും പറഞ്ഞാൽ. എന്ന് വെച്ചാൽ മൃഗങ്ങളെന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാവില്ലാത്ത സാധനങ്ങൾ. ദൈവത്തെ മാറ്റി നിർത്തിയിട്ട് വീമ്പിളക്കിയിട്ട് ആൾ കളിക്കാൻ നോക്കുന്ന വാശികൾ. ഇതിന് ബൈബിൾ വിളിക്കുന്ന പേര് ലോകമെന്നും വിളിക്കും, പിശാചെന്നും വിളിക്കും. ലോകമെന്ന് പറഞ്ഞാൽ എന്താണ്? ഇതുപോലുള്ള വാശി, വൈരാഗ്യം, മത്സരം. ഉടമ്പടിയിൽ എപ്പോഴും വരുമ്പോൾ നിങ്ങളുടെ ഈ ലോകത്തിൻ്റെ കണ്ടൻറ്റ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. എന്നിൽ ലോകമുണ്ടോ? വാശിയുണ്ടോ? മത്സരമുണ്ടോ? വാശി എന്നാണ് പിന്നെ ഒരു മത്സരം വരണത്. മത്സരത്തിൽ നിങ്ങൾ ജയിച്ചാലും അവസാനം തോറ്റന് തുല്യമാണ്. എന്താ കാര്യം? ക്രിസ്തു ഈ ഫോർമാറ്റിൽ വർക്കൗട്ട് ചെയ്യത്തില്ല. അപ്പോൾ ക്രിസ്തുവിനെ നിങ്ങൾക്ക് മിസ്സാകും. ക്രിസ്തുവിനെ മിസ്സാകുന്നില്ലെങ്കിൽ നമ്മളെന്തിനാ ഉടമ്പടിയിൽ കാരുണ്യപ്രവൃത്തിയും അതുപോലെ തന്നെ ഇവാഞ്ചലൈസേഷനും ഒക്കെ വെച്ചിരിക്കണത് എന്താ? അതിൻ്റെ ഒരു ബേസ് എന്ന് പറഞ്ഞാൽ, ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ നിങ്ങൾക്ക് ഒരു കാരണവശാലും നിങ്ങൾക്ക് മിസ്സാകാതിരിക്കാനാണ്. പരിശുദ്ധമായ ഈ പുണ്യഭൂമിയിൽ എന്നെ സാക്ഷ്യം പറയാൻ അനുവദിച്ചതിന് നന്ദി പറയുന്നു. ഞാൻ 2021 മുതൽ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിന് പോവുകയായിരുന്നു. 2023 എൻ്റെ വിഷമം കണ്ട് ഒരു ചേച്ചി ഒരു പത്രം തന്നു.
അങ്ങനെ ഞാനിവിടെ വന്നു. 2023 അന്നൊക്കെ റേഡിയേഷൻ ചെയ്ത ഭാഗത്ത് ചൊറിച്ചിലും പുണ്ണും ഒക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞാൻ ധ്യാനം എന്നും ഞാൻ ഉടമ്പടി എടുത്തതിന് അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ആ ചേച്ചി പറഞ്ഞതിൻ്റെ പ്രകാരം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. നമ്മുടെ എല്ലാ ദുഃഖങ്ങളും മാറ്റി തരുമെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് ഉടമ്പടി എടുത്തു. അങ്ങനെ അതിനുശേഷം ഉടമ്പടിയിൽ ഞാൻ വെച്ചു. അങ്ങനെ ജോസഫച്ചൻ്റെ ആരാധന കൂടിക്കൊണ്ടിരിക്കുമ്പോൾ എന്നും ഞാൻ ആരാധന കേൾക്കുമായിരുന്നു. അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ജോസഫച്ചൻ പറയുന്നു, കരഞ്ഞുകൊണ്ടായിരുന്നു ഞാനത് കൂടുന്നത്. അപ്പം ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു. അപ്പോൾ ജോസഫച്ചൻ പറയുന്നു, ഒരാളുടെ 2 ഭാഗങ്ങൾ തമ്മിൽ മുട്ടുന്ന ഭാഗം, ഒന്ന് കഷമാകാം അല്ലെങ്കിൽ താടിയാകാം, ആ ഭാഗത്ത് ചൊറിച്ചിലും കൊണ്ട് അവർ ഉറക്കമില്ല, പിന്നെ പുണ്ണുകൾ, ആ ഭാഗം കറുത്തിരുണ്ട് കോശങ്ങൾ ചത്ത ഭാഗമാണ്, കറുത്തിരുണ്ട ഭാഗമാണ് എന്നെല്ലാം അച്ഛൻ പറഞ്ഞു. അതെല്ലാം ഞാൻ ഓർത്തപ്പോൾ എൻ്റെ കഷം ഈ മുട്ടുന്ന ഭാഗമാണ്. കഷത്ത് പുണ്ണുണ്ട്, ചൊറിച്ചിലുണ്ട്, ഉറക്കമില്ല, റേഡിയേഷൻ ചെയ്ത് അവിടെ എല്ലാം കരിഞ്ഞിരിക്കുകയാണ്, കറുത്ത ഭാഗമാണ്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഉറക്കമില്ല, എൻ്റേത് മാറ്റിത്തരണേ എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് വൈകിട്ടായപ്പോൾ എനിക്ക് ആ വന്ന പുണ്ണ് ഒരു നെല്ലിക്കയുടെ വലിയ കുരുവിൻ്റെ അത്രയുള്ളൊരു പുണ്ണായിരുന്നു, വലുത്. അത് വയ്യായപ്പോഴത്തേക്കിന് കരിഞ്ഞ് ഒരുപാടങ്ങ് മാറി, കരിഞ്ഞൊന്നുമില്ല, ആ പൊട്ടിയിളകിയിരുന്ന എല്ലാം മാറി കരിഞ്ഞു. എന്നിട്ട് ആ കുരുക്കളെല്ലാം ഹോസ്പിറ്റലിൽ പോയി മരുന്നൊക്കെ കഴിച്ചത്, എന്നിട്ടൊന്നും മാറിയില്ല, അതെല്ലാം മാറി. അങ്ങനെ എനിക്ക് ആ സൗഖ്യം തന്നു. ജോസഫച്ചൻ അന്നേരെ പറഞ്ഞു, ഈ വ്യക്തി വന്ന് അന്നേരെ സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അന്ന് വന്നായിരുന്നു. അപ്പം കുറേ കൂടെ ആവട്ടെന്ന് പറഞ്ഞു ഇവിടുന്ന് പറഞ്ഞു വിട്ടു. ഇപ്പം ഞാൻ വന്ന് സാക്ഷ്യം പറയുകയാണ്. അങ്ങനെ അതിനെനിക്ക് നന്ദി പറയുന്നു മാതാവിനോട്, ഈശോനോട്. പിന്നെ എനിക്ക് ക്യാൻസർ രോഗം വന്നു കഴിഞ്ഞതിന് ശേഷം കുറച്ച് നാളുകളായി ബ്ലഡ് ഇങ്ങനെ കഫം വരുമ്പോൾ ബ്ലഡിൻ്റെ അംശങ്ങൾ വരുമായിരുന്നു. അങ്ങനെ ഞാൻ ഒരു വട്ടം പോയപ്പോൾ ഡോക്ടർ അടുത്ത ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ പറഞ്ഞ് തൊണ്ട മുറിഞ്ഞതായിരിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ മരുന്ന് തന്ന് മാറി. പിന്നെ 2-3 മാസം കഴിഞ്ഞപ്പം വീണ്ടും ബ്ലഡ് ഇങ്ങനെ വന്നു, കട്ടിയായിട്ട് ഇങ്ങനെ വന്നു. അപ്പം ഞാൻ ഭയമില്ല, എനിക്ക് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഭയമില്ല. അതിനു മുമ്പ് ഞാൻ കരയുമായിരുന്നു മാറിയിരുന്ന്. ഇപ്പോൾ എനിക്കൊരു ഭയവും ഇല്ല. അങ്ങനെ ഞാൻ ധൈര്യത്തെ ഇരുന്ന് മാതാവ് എനിക്ക് ധൈര്യം തന്നു. അങ്ങനെ പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയില്ല. ഞാൻ വിചാരിച്ചു എന്തിനാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നത്, മാതാവിൻ്റെ നേർച്ച വസ്തു ഉണ്ടല്ലോ. അങ്ങനെ ഞാൻ ഉടമ്പടി തൈലം തൊണ്ടയിലും തേച്ച് കുരിശ് വരച്ച്, നെറ്റിക്കും തൂത്ത് കുരിശ് വരച്ച്, പിന്നെ ഉപ്പിട്ട് വെള്ളം കുടിച്ചു. അമ്മ എൻ്റെ ഈ ബ്ലഡ് വരുന്നത് അത് മാറ്റി തരണമേന്ന് പറഞ്ഞു. എനിക്ക് ഹോസ്പിറ്റലിൽ ഇനിയും പോകാൻ വയ്യ എന്ന് പറഞ്ഞ് അങ്ങനെ ഇപ്പോൾ 2.5 വർഷം കൊണ്ടായി. ഇതുവരെ കഫത്തിനകത്തൊരു ബ്ലഡിൻ്റെ മയം പോലും ഇല്ല, നോർമലായിട്ടുള്ള തുപ്പലാണ് വരുന്നത്. പിന്നെ എനിക്ക് കീമോ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പം എൻ്റെ ഈ രൂപം പോലും ഇതല്ലായിരുന്നു. വയറൊക്കെ ഒരുപാട് ബോൾ പോലുള്ള വയറായിരുന്നു. എൻ്റെ അമ്മയുടെ നേർച്ച വസ്തു ഒക്കെ തൂത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി തൂത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് ആ വയറൊക്കെ ഇപ്പോൾ ഒരുപാട് ചൊട്ടി. സ്കാൻ വരെ ചെയ്ത് വയറ്റിനകത്ത് എന്തെങ്കിലും ആണോ എന്നറിയാൻ വേണ്ടി. എന്നിട്ടൊന്നും സ്കാനിങ് കുഴപ്പമൊന്നുമില്ല. പിന്നെ അമ്മയുടെ നേർച്ച വസ്തു തൂത്താണ് ആ വയറിൻ്റെ വീർപ്പ് മാറ്റിയത്. പിന്നെ എനിക്ക് വിട്ടുമാറാത്ത പനി ഉണ്ടായിരുന്നു. എനിക്കൊരു മാസ്ക് വെക്കാതെ വീട്ടിൽ പോലും നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം അമ്മയുടെ വിശുദ്ധമായ ആ ഉടമ്പടി തൈലം തൂത്തും ഉപ്പിട്ട് കുളിക്കും, ഉപ്പിട്ട് വെള്ളം കുടിക്കും. അങ്ങനെ എനിക്കിന്ന് 2.5 വർഷമായിട്ട് ഒരു പനിക്ക് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല. മറ്റേ എന്നും ഞാൻ പനി വന്ന് മാണ്ട് കിടക്കും, ഓട്ടോ പിടിക്കും, ഇവരെല്ലാവരും കൂടെ എന്നെ കൊണ്ടുപോകുമായിരുന്നു ഹോസ്പിറ്റലിൽ. ഇപ്പോൾ എനിക്ക് 2.5 വർഷമായി പനി എന്തുവാണെന്ന് എനിക്കറിയാൻ വയ്യ, ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല. പിന്നെ ഇതെൻ്റെ ചേച്ചിയുടെ മകനാണ്, ചേച്ചിയും മകനുമാണ്. അവന് എറണാകുളത്ത് ഒരു നല്ല ജോലി, ഹോട്ടൽ മാനേജ്മെൻറ്റ് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവന് എന്താണെന്നറിയാൻ വയ്യ, പെട്ടെന്നൊരു ദിവസം അവന് ഊമയായി, മിണ്ടത്തില്ല ആരോടും. അവന് എന്തു അസുഖമെന്നറിയാൻ വയ്യ, ആരോടും മിണ്ടാതെ വീട്ടിൽ വന്ന് റൂമിലിരിപ്പായിരുന്നു. 6 വർഷമായി അവൻ റൂമിനകത്തിരിക്കുക. ഒരുപാട് ബുദ്ധിമുട്ടുകൾ വീട്ടുകാരനുഭവിച്ച് അവന്, ഞങ്ങൾ ഹിന്ദുക്കളായതുകൊണ്ട് ഓരോരുത്തർ പറയുന്ന രീതിയിൽ പൂജകളും വഴിപാടുകളും ഒരുപാട് ലക്ഷക്കണക്കിന് പൂജകൾ ചെയ്തു, മാറിയിരുന്നില്ല. പിന്നെ ഹോസ്പിറ്റലിൽ തിരുവനന്തപുരം മുതൽ ഒരുപാട് ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോയി, അതൊന്നും മാറിയില്ല.
പിന്നെ കുളിക്കാതൊക്കെ ഇരിക്കുമായിരുന്നു. അതൊക്കെ ഒരുവിധം മാറ്റം വന്നു. എന്നാലും പുറത്തോട്ട് ഇറങ്ങത്തില്ലായിരുന്നു, ഇരിക്കുമായിരുന്നു. പിന്നെ എന്തായാലും ഞാൻ ഒരു ദിവസം ചെന്നപ്പോൾ ഇവരെല്ലാം ഭയങ്കര കരച്ചിലും ബഹളവും എൻ്റെ അവസ്ഥ കണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്, ഞാൻ മകൻ്റെ കാര്യം ഞാൻ ഉടമ്പടിയിൽ വെക്കാം. അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ ഇവിടെ വന്ന് എഴുതിയിട്ടു. പുതുക്കാൻ വന്നപ്പോൾ എഴുതിയിട്ട് നേർച്ച വസ്തു, ഉപ്പ് കൊടുത്തു, തേൻ കൊടുത്തു, കുരിശ് വരച്ചു, വിശ്വാസ പ്രമാണം എല്ലാം എഴുതി കൊടുത്തു. അതെല്ലാം പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാനും പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായി ആ മകൻ ഞാൻ ഉടമ്പടി വെച്ച് കഴിഞ്ഞ് 6 വർഷത്തിന് ശേഷം 1 മാസത്തിന് മുമ്പ് തന്നെ, ഉടമ്പടി വെച്ച് കഴിഞ്ഞ് 1 മാസത്തിന് മുമ്പ് തന്നെ ആ മകൻ ജോലിക്ക് പോകാൻ തുടങ്ങി. അതിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി, 1000 നന്ദി പറഞ്ഞാലും പറ്റത്തില്ല. അത്രമാത്രം കടങ്ങളും ബാധ്യതകളും വിഷമങ്ങളുമായിരുന്നു ആ കുടുംബത്തിന്. ആ മകൻ ഇപ്പോൾ ജോലിക്ക് പോകാൻ തുടങ്ങി. കാരുണ്യ പ്രവർത്തികൾ, പിന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്ക് പറയാൻ. എൻ്റെ ഈ രോഗാവസ്ഥയുടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ വചനത്തിലൂടെ ഞാൻ എല്ലാ സമാധാനത്തിൽ, എനിക്കിപ്പോൾ സന്തോഷമാണ്. എനിക്കിപ്പോൾ രോഗത്തിൻ്റെ ഒരു വിഷമവും ഇല്ല. എനിക്കിപ്പോൾ സന്തോഷമാണ്. ഓരോ വചനവും ജോസഫച്ചൻ്റെ ആ ധ്യാനം എന്നെ ഒരുപാട് സന്തോഷമാക്കുക. ഓരോ ദിവസത്തെയും ധ്യാനം കേട്ട് ഞാൻ സന്തോഷവതിയായിരിക്കുകയാണ്. എനിക്കൊരു സങ്കടവും ഇല്ല. പിന്നെ കാരുണ്യ പ്രവർത്തികൾ, പ്രേക്ഷിത വേല, ഞാനിവിടെ വരുമ്പോഴെല്ലാം പത്രം വാങ്ങിക്കും. പിന്നെ ഒരു ഉടമ്പടി എടുത്തവരൊക്കെ മുടക്കിയ ഒരു പത്രം കൊടുക്കാതെ ഓരോ വീടുകളിലുണ്ട്. അവരുടെ എല്ലാം പത്രം മേടിച്ച് ഞാൻ എല്ലായിടവും കൊണ്ട് കൊടുക്കും. ആദ്യം എനിക്ക് 1 മാസം ഭയങ്കര മടിയല്ല, നാണക്കേട്, ഹിന്ദുക്കളല്ലയോ വല്ലതും പറയുമോ എന്നൊക്കെ ഒരിതുണ്ടായിരുന്നു. പുതുക്കിയതിന് ശേഷം എനിക്കൊരു മടിയില്ല. ഞാൻ എല്ലാ വീടുകളിലും, വേറ്റ് ഷെഡിലും, പിന്നെ കടകളിലും എല്ലാം കൊടുക്കും. ബസ് വിളിച്ച്, ആദ്യമൊക്കെ ഞാൻ വണ്ടി വിളിച്ച് പോവായിരുന്നു. ഇപ്പം ഞാൻ ചെക്കപ്പിനായിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോകുമ്പോൾ അവിടെ കീമോ ചെയ്ത വാർഡുണ്ട്. നമ്മൾ കിടന്നതുകൊണ്ട് നമുക്കറിയാം. ആ വാർഡിൽ കയറി നിരപരാധിയായ ഒത്തിരി ആൾക്കാർ കീമോ ചെയ്ത് വശം കെട്ട് കിടപ്പുണ്ട്. അവർക്കെല്ലാം ഞാൻ പത്രം കൊടുക്കും. ഉപ്പ് ഇവിടുന്ന് ഇഷ്ടം പോലെ വാങ്ങിച്ചു കൊണ്ടുപോകും. അവർക്കെല്ലാം ഉപ്പ് കൊടുക്കും, കാശ് രൂപം കൊടുക്കും, പത്രം കൊടുക്കും. എന്നാലാവും വിധം സഹായം, ആഹാരം മേടിച്ചോ എന്നും പറഞ്ഞ് 100 രൂപയെങ്കിൽ 100 രൂപ എന്നെ കൊണ്ട് ഒക്കുന്നത് ഞാൻ സഹായിക്കും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത ആഴ്ച പോകണം, അപ്പോഴും ഞാൻ ചെയ്യും. കാരുണ്യ പ്രവൃത്തി, പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് വെയിറ്റ് എടുക്കാൻ പറ്റാത്തതുകൊണ്ട്, എനിക്ക് നട്ടലിന് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതാണ്, കമ്പി ഇട്ട് വെച്ചേക്കുക, അത് പറയുന്നില്ല. അതുകൊണ്ട് വെയിറ്റ് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് ചോറുപതി കൊണ്ടുപോകാൻ വയ്യാത്തതുകൊണ്ട് ഇവിടെ ഉടമ്പടി എടുത്ത 4 പേര് കൂടി ചേർന്ന് പൊതിച്ചോറുണ്ടാക്കി കരുനാഗപ്പള്ളി ഗവൺമെൻറ് ആശുപത്രിയിലും TV ആശുപത്രി പുതിയാവിലും പിന്നെ അങ്ങനെ ഞങ്ങൾ ചോറുപൊതി കൊടുക്കുന്നുണ്ട്. അങ്ങനെ വീടുകളിൽ വരും നിവൃത്തിയില്ലാത്ത അമ്മമാർ, അവർക്കെല്ലാം ഞാൻ പണ്ടും കൊടുക്കുമായിരുന്നു, ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. ഇത്രയൊക്കെ ഞാൻ ഇന്നിങ്ങനെ ഈ മനുഷ്യരൂപത്തിൽ നിൽക്കുന്നത് കൃപാസന അമ്മയുടെ ഉടമ്പടിയുടെ നേർച്ച വസ്തുവും കാരണമാണ്. ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ ഇനി അങ്ങോട്ടും എന്നെ വഴി നടത്തുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അങ്ങനെ ഇതൊക്കെ തന്ന ദൈവത്തിനും തിരുകുമാരനും കൃപാസനും അമ്മയ്ക്കും 1000 നന്ദി അർപ്പിക്കുന്നു. നന്ദി. എൻ്റെ പേര് മേരി ബേബി. ഞാൻ വരുന്നത് മലയാറ്റൂര് വിമലഗിരി എടവകയിൽ നിന്നും. ഞാൻ ഉടമ്പടി എടുത്തത് 5/4/2024. എൻ്റെ ഉടമ്പടി 4ാമത്തെ ഏപ്രിൽ 10 ഞാൻ പുതുക്കി കഴിഞ്ഞു. അതിൻ്റെ ഉള്ളിൽ എൻ്റെ അമ്മ ഈശോയൻ തന്ന വലിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ശരീരത്തിലുള്ള എൻ്റെ വയറുവേദന, എൻ്റെ ഈ വയറ്റിൽ വലിയൊരു ചെറിയ ബോൾ പോലെ ഒരു മുഴ പോലെ ഉണ്ടായിരുന്നു. ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് അത് എറണാകുളം ലിസി ആശുപത്രിയിലെ ചികിത്സയിലായിരുന്നു ഞാൻ. അപ്പം 3-4 ചെക്കപ്പ് അവർ കൂടെ നടത്തിക്കൊണ്ടിരിക്കും. ട്യൂബ് ടെസ്റ്റ് അടിയിൽ നിന്നും മുകളിൽ നിന്നും വായലോടൊക്കെ അവർ ചെയ്യും. എന്നോട് മരുന്ന് 6 മാസം കഴിയുമ്പോൾ വീണ്ടും ചെക്കപ്പിന് വരണമെന്ന് പറയും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൃപാസന പത്രം എൻ്റെ കയ്യിൽ ഒരെണ്ണം കിട്ടി. അത് കൊല്ലത്ത് നിന്നും ഒരു കുട്ടിയുടെ സാക്ഷ്യം. അതിലെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു: നീ വിചാരിക്കുന്നിടത്തേക്ക് പെട്ടെന്ന് വന്ന് നിന്നെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു മാതാവുണ്ട്, അത് സഞ്ചാരി മാതാവ് എന്ന്. ഞാൻ ആ വരി കൂടെ ഒരു 10-15 പ്രാവശ്യം വായിക്കാൻ തുടങ്ങി. രാത്രി സമയം 11:30 മണി.
ഈ സഞ്ചാരി മാതാവിനെ എനിക്കൊന്ന് കാണണം. അവൾ എവിടെയാണോ, ആലപ്പുഴയാണ്, കൃപാസനാണെന്നൊക്കെ പത്രത്തിലുണ്ട്, എനിക്ക് പോയേ പറ്റൂ. അങ്ങനെയാണ് ഞാൻ എൻ്റെ അമ്മയുടെ മണ്ണിൽ കാല് കുത്തുന്നത്. അവിടുന്ന് ആദ്യത്തെ പുതുക്കുന്ന 90 ദിവസത്തിനുള്ളിൽ തന്നെ എൻ്റെ അമ്മ എനിക്ക് അത്ഭുതം കാണിച്ചു തന്നു. ഞാൻ കിടക്കുന്ന റൂമിൽ ഒരു കൊച്ചു പെൺകുട്ടിയെ പോലെ കടന്നു വന്നിട്ട് എന്നോട് ചോദിച്ചു, പേടിക്കണ്ട കേട്ടോ, ഞാനാണ്, ധൈര്യമായിരിക്കാൻ. അങ്ങനെ ഞാൻ ഉടമ്പടി മുറുകെ പിടിച്ചുകൊണ്ട് എൻ്റെ ഈശോയോട് പറഞ്ഞു, ഈശോയെ, എൻ്റെ അമ്മ എൻ്റെ അടുത്ത് വന്ന് എന്നെ സുഖപ്പെടുത്തി തന്നു. എനിക്ക് നാളെ സ്കാനിങ് ഉണ്ട്, പോകും ഞാൻ. അവിടെ ഒരു കുഴപ്പമുണ്ടാക്കി തന്നേക്കില്ലേ എന്ന് പറഞ്ഞു. എറണാകുളം ലിസി ആശുപത്രിയിൽ ചെന്നു, സ്കാൻ നടത്തി, റിപ്പോർട്ട് മക്കൾക്ക് കൊടുത്തു. മക്കളുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ മമ്മിക്ക്. ഇല്ല എന്ന് അമ്മ പറയണോ? സുഖം പ്രാപിച്ചോ അമ്മ? എങ്ങനെയാണെന്നറിയില്ല, ഇനി ഒരു കത്തിയോ കാർപ്പോ ഒന്നും വെച്ച് ഓപ്പറേഷൻ ഒന്നും ചെയ്യണ്ട, അമ്മനെ എവിടെന്നോ വന്ന് സുഖപ്പെടുത്തി. ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു, ഇത് കണ്ടില്ലേ, അതാ സഞ്ചാരി മാതാവ്. എന്നെ അവിടെ നിന്ന് ഒരു തിരുവചനം തന്നു, ജോഷ 1:9. ശക്തനും ധീരനും ആയിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടില്ലയോ? എന്തെന്നാൽ നീ പോകുന്നിടത്തെല്ലാം നിന്റെ ദൈവമായ കർത്താവ് കൂടെ വരും. അത് എന്നെ വല്ലാതെ ശക്തിപ്പെടുത്തി. വല്ലാതെ വേദനിക്കുന്നവരുടെ മുമ്പിലേക്കൊക്കെ ഞാൻ കടന്നു ചെല്ലുമ്പോൾ ഈ വചനം ഞാൻ ഉരുവിടാൻ തുടങ്ങി. വീണ്ടും ദൈവം എനിക്കൊരു വചനം കാണിച്ചു തന്നു, മലാക്കി 4:2. എൻ്റെ നാമത്തെ ഭയപ്പെടുന്നവർക്ക് വേണ്ടി നീതി സൂര്യൻ ഉദിക്കും, അതിൻ്റെ ചിറകളിൽ സൗഖ്യമുണ്ട്. തൊഴുത്തിൽ നിന്നും വരുന്ന പശുക്കുട്ടി എന്ന പോലെ നിങ്ങൾ തുള്ളിച്ചാടുമെന്ന്. ഞാൻ തുള്ളിച്ചാടി. ഞാൻ ഇന്ന് ദൈവസന്നിധിയിൽ നിന്നിട്ട് ഉറച്ച് പറയാ, ഇന്ന് ഈ കൃപാസനമ്മയുടെ അടുത്ത് വന്ന് നിൽക്കുന്ന മക്കളെ എല്ലാവരും ഉടമ്പടി എടുത്ത് തൈലം, കാശുരൂപം, ഇതാണ് നമ്മളെ ബലപ്പെടുത്തുന്നത്. ഈ തൈലം പുരട്ട് ഞാൻ എന്നും നെറ്റിയിൽ, എൻ്റെ വിശുദ്ധ കുർബാനയുടെ ഇടത്തേക്ക് ഞാൻ ചെല്ലുന്നുണ്ടെങ്കിൽ നെറ്റിയിൽ തൈലം പുരട്ടി എൻ്റെ വയറ്റത്തെ തൈലം തേച്ച് തേനും കഴിച്ചിട്ട് ഞാൻ കുർബാന കാണാൻ പോകുമ്പോൾ ആ വചനം ഞാൻ ഓർമ്മിപ്പിക്കും. ശക്തനായവൻ എൻ്റെ കൂടെയുണ്ടെങ്കിൽ എനിക്ക് പേടിക്കേണ്ടെന്ന്. വീണ്ടും വചനം തന്നു, ശക്തനായവൻ എന്നെ ബലപ്പെടുത്തുന്നവനാണെന്ന് എനിക്ക് ശക്തിയായിട്ട് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതാണ് എൻ്റെ ഈശോ തമ്പുരാൻ. വീണ്ടും ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കും, ഞാൻ പോകും. ഞാൻ കാറ് വിളിച്ചവിടെ വരണത്. എനിക്ക് അനുഭവം കിട്ടിയപ്പോൾ, എനിക്ക് ദൈവം എന്നെ സൗഖ്യപ്പെടുത്തിയപ്പോൾ, മാതാവ് എൻ്റെ കൈ പിടിച്ച് നടത്തുന്നുണ്ടെന്ന് കണ്ടപ്പോൾ എൻ്റെ കാറിലേക്ക് ഞാൻ തീരെ വയ്യാത്ത രോഗികളെ ഞാൻ വലിച്ചു കയറ്റിക്കൊണ്ടെന്ന് ഞാൻ ഉടമ്പടി എടുക്കും. അവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം ഞാൻ കൊടുക്കും. പൈസയായിട്ടും ഞാൻ ഫ്രീ ആയിട്ടും കൊണ്ടുവരും. അതിലൂടെയൊക്കെ എൻ്റെ അമ്മ എന്നെ നയിച്ചുകൊണ്ട് ിരിക്കുന്നു. വീണ്ടും കിട്ടിയ ഒരു വലിയ സാക്ഷ്യമുണ്ട്. എൻ്റെ രോഗസൗഖ്യമല്ല, എൻ്റെ ജീവിത പങ്കാളി 59 വർഷക്കാലം പള്ളിയിലും ദേവാലയത്തിൽ പോകാത്തതാ. അതിലൂടെല്ലാം എൻ്റെ ദൈവം എന്നെ കരകയറ്റിക്കൊണ്ടിരിക്കുന്നു, എന്നെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഞാൻ ഉടമ്പടി വസ്തുക്കളൊക്കെ ആയിട്ട് ആശുപത്രികളിലേക്ക് കടന്നു ചെല്ലും. രോഗികളുടെ ഇടയ്ക്ക് 4 കെട്ട് പത്രമൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് ചെന്നിട്ട് രോഗികളെ കാണും. അവർക്കിടെ അടുത്തൊക്കെ പോയിരുന്ന് പത്രമൊക്കെ കൊടുക്കും. ഞാൻ ഉടമ്പടി തൈലം പുരട്ടി കൊടുക്കും, പ്രാർത്ഥിക്കും, അവർക്കിടയ്ക്ക് സൗഖ്യങ്ങൾ പറയും. ഇന്നിപ്പോൾ എൻ്റെ കൂടെ ഒരു ഹിന്ദു കുട്ടി കടന്നു വന്നിട്ടുണ്ട്. അവളുടെ ഗർഭപാത്രത്തിൽ 4 തടിപ്പുണ്ടായിരുന്നു. ഞാൻ ഒരു ദിവസം അവളുടെ അടുത്തേക്ക് ഒന്ന് കാണണമെന്ന് പറഞ്ഞ് ഞാൻ ചെന്നു. അവൾ തീരെ കിടപ്പായിരുന്നു, ഹിന്ദുവാണ് അവൾ. ഞാൻ കൊണ്ടുചെന്ന് തൈലം പുരട്ടി അവളുടെ വയറ്റത്തൊക്കെ തേച്ച് പ്രാർത്ഥിച്ച് ആ നിമിഷം തന്നെ അവൾ സൗഖ്യപ്പെട്ടു. സ്കാൻ ചെയ്ത് ഡോക്ടർ നോക്കിയപ്പോൾ തടിപ്പ് ഒന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞു. അത് നമ്മുടെ തൈലത്തിൻ്റെ കുഴപ്പം തന്നെയാണെന്ന്. ആ മകളാണ് ഈ നിൽക്കുന്നത്, ഒരു കുഴപ്പമില്ലാതെ. അവൾ 2 പ്രാവശ്യം 3 പ്രാവശ്യം എൻ്റെ കൂടെ എൻ്റെ കാറിലിരുന്ന് വരണു. മാതാവിനെ അവൾ നേരിട്ട് അവളുടെ റൂമിൽ മാതാവ് ചെന്നു, അവളെ കണ്ട് ആശ്വസിപ്പിച്ചു. അവൾ ഇന്ന് എൻ്റെ വിശ്വാസത്തിലൂടെ നടക്കുന്നു. എൻ്റെ ജീവിതകാലം മുഴുവനും ഞാൻ എൻ്റെ ഉടമ്പടി ജീവിതത്തിലായിരിക്കുമെന്ന് എൻ്റെ വീട്ടിലും മക്കൾക്കും ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പം ഞാൻ ആവശ്യപ്പെടുന്നത്, എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ വിശുദ്ധ കുർബാനയുടെ മധ്യത്തിൽ ചെല്ലുമ്പോൾ ഞാൻ പറയും, 80 വയസ്സ് വരെ എനിക്ക് ആയുസ് തരണം. പണവും സ്വർണവും കണ്ടോ തിന്നുകൂടി ആനന്ദിക്കാനല്ല, ഈ പള്ളിമുറ്റത്ത് എനിക്ക് വരണം.
എൻ്റെ കൂടെ എല്ലാ മക്കളെ രോഗികളെ കൊണ്ടുവരണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം. ഇത്രയൊക്കെ തന്ന വലിയ അനുഭവങ്ങളിലൂടെ നടന്നു നീങ്ങുന്ന ഈശോയ്ക്കും എൻ്റെ മാതാവിനും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.